ഇത് പുത്തൻതോട് ഹൈസ്കൂളും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഈ രണ്ട് സ്കൂള് സ്ഥിതി ചെയ്യുന്നത് ഈ പറഞ്ഞ ചെല്ലാനം പഞ്ചായത്തിലുള്ള പുത്തൻതോട് എന്ന സ്ഥലത്താണ്. ഈ സ്കൂളിലേക്ക് ഒരു പ്രധാനമായിട്ടൊരു റോഡുണ്ട്. ചാലിപ്പുറം കഴിഞ്ഞിട്ട് ഒരു ഭൂരിഭാഗം പിള്ളേരും അതിലാണ് നടന്നു വരുന്നത്. ആ റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാണെന്ന് അറിയില്ല. പക്ഷേ ഒരു 4 വാർഡ് മെമ്പറിൻ്റെ കാലയളവിൽ ഈ റോഡ് പണിതിട്ടില്ല. ഇത് പഞ്ചായത്തിനും അറിയില്ല ഈ റോഡ് ഇങ്ങനെ ഉള്ള ഒരു സ്കെച്ചിലുള്ള കാര്യം. കാരണം ഒന്നെങ്കിൽ മെമ്പർ പോയി പറയണം, പഞ്ചായത്ത് വന്ന് അന്വേഷിക്കണം. ഒരു 10-20 കൊല്ലമായിട്ട് ഈ റോഡ് പണിയാണ്ട് കട്ടറായിട്ട് കിടക്കണം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന കുഴികളെല്ലാം ചെളിവെള്ളമാണ്. ഇതിലാണ് സ്കൂളിലെ പിള്ളേർ, ഈ ഗവൺമെൻറ് സ്കൂളിലേക്ക് പോകുന്ന പിള്ളേർ പോകുന്നത്, സ്കൂൾ ബസ് പോകുന്നത്, ഇവിടുത്തെ നാട്ടുകാർ പോകുന്നത്. നാട്ടുകാർ ഇപ്പോൾ അധികം പോകാറില്ല, കാരണം ഭയങ്കര മോശമാണ് ഈ റോഡ്. ഈ പിള്ളേർ ഓർത്തെങ്കിൽ ഈ റോഡ് പണിതൂടെ? കാരണം 500 മീറ്റർ ഉള്ളവർക്ക് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്കൂളിലേക്ക്. ഇതൊന്ന് മെനയാക്കി കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് സ്കൂളിലേക്ക് പോകാൻ പറ്റും. എന്ത് കഷ്ടമാണിത്, എന്ത് അപമാനമാണിത്. സ്വാതന്ത്ര്യം കിട്ടി ഇത്തരം വർഷമായിട്ട് ഒരു ചെറിയ റോഡുകൾ ഇപ്പോഴും കിടക്കണേ. വർഷത്തിൽ റോഡ് വെച്ച് പണിത് വെച്ച് കഴിഞ്ഞാൽ തീർന്നേനെ എല്ലാ റോഡും. വൃത്തികെട്ട പഞ്ചായത്തും അതിൽ മോശമായിട്ടുള്ള സർക്കാരും. പഞ്ചായത്തെങ്കിലും അറിയിച്ച് സമരം ചെയ്ത് എന്തെങ്കിലും ചെയ്ത് റോഡ് പണിയാൻ വേണ്ടി മുൻകൈ എടുക്കണം. അവർക്ക് മൈൻഡൊന്നുമില്ല. നാടിന് അപമാനമാണിത്. ഈ പിള്ളേർ നാളത്തെ തലമുറയാണ്. ഇവർ ഇതൊക്കെ കണ്ടാണ് വളരണത്. ഇത്രയും വർഷമായിട്ടും തിരിഞ്ഞു നോക്കാത്ത റോഡുകൾ. അവർ എന്തായിരിക്കും പറയണത്? അവരുടെ മനസ്സിലിരിപ്പോൾ എന്തായിരിക്കും? ഈ റോഡിനെ കുറിച്ച് എല്ലാം പറയാനുണ്ടോ? റോഡ് എങ്ങനെയുണ്ട്? നിങ്ങൾ സ്കൂളുകളിൽ പറഞ്ഞ കാര്യം വന്നതായിരുന്നല്ലേ? പഞ്ചായത്തിന് അറിയില്ല തോന്നുന്നു ഈ റോഡ് പഞ്ചായത്തിലുള്ള കാര്യം. പറയാതിരിക്കാൻ വയ്യ. ബസ് സ്റ്റോപ്പൊക്കെ നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയൊക്കെ ആക്കിയിട്ടുണ്ട്.